അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ആകെ തോറ്റുപോയി, എനിക്ക് എവിടെയും വിലയില്ല എന്നൊക്കെ. വില വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഗാന്ധി വേണം, പേപ്പർ കഷ്ണം പോലെയുള്ള പൈസ വേണം നമ്മുടെ കയ്യിൽ, അല്ലേ? ഒരു A4 ഷീറ്റിൻ്റെ കട്ടിയേ ഉള്ളൂ അതിന്, ഒരു നോട്ട്ബുക്കിൻ്റെ പേജിൻ്റെ വലിപ്പം പോലും ഇല്ല. പക്ഷെ അത് വല്ലാത്തൊരു പേപ്പർ കഷ്ണമാണ്. അതുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു വിലയുള്ളൂ. അതുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ജോലി ചെയ്യണം. നന്നായിട്ട് എല്ലാം മുറേ പണിയെടുക്കണം. എന്നാൽ നമുക്ക് പല്ല് മുറിയെ തിന്നാം. ഇന്ന് ആ പൈസ ഇല്ലെങ്കിൽ ആർക്കും ആരുടെ മുന്നിൽ ഒരു വിലയില്ല. വീട്ടിലെ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയ്ക്കില്ല, ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനില്ല, കുട്ടികൾക്കില്ല, അച്ഛനില്ല, അമ്മയ്ക്കില്ല, ആർക്കുമില്ല. എന്നിട്ട് സുഹൃത്തുക്കൾക്ക് പോലും ഇല്ല. ചില ആൾക്കാർ നമ്മുടെ കയ്യിൽ പൈസ നോക്കിയിട്ട് നമ്മളോട് അടുപ്പം കാണിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്നവരും ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ അതല്ല, നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. ആ പൈസ ഉണ്ടാക്കേണ്ടത് ഹലാലായ മാർഗ്ഗത്തിൽ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉണ്ടാക്കുക മാത്രം പോരാ, അത് ദൂർത്തടിക്കാതെ നല്ല രീതിയിൽ ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി ഒരു 50 രൂപ വെച്ച് നിങ്ങൾ മാറ്റി വെച്ച് നോക്കും. നിങ്ങൾ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു 50 രൂപ ഒരു കുടുക്കയിലിട്ട് വെക്കാം. ആ പൈസ മതി നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനോ, അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണമോ സൽക്കാരോ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമുക്ക് ആ പൈസ മാറ്റി എടുക്കാൻ പറ്റും. നമുക്കൊരു സേവിങ്സ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. ഒന്നിൽ കൂടുതൽ എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം.